അങ്ങനെ. പക്ഷെ എൻ്റെ പിതാവ് അങ്ങനെ കഠിനമായ നൊയമ്പ് നോറ്റ് 14 വർഷം പാതഹരി പാപഹര 14 വർഷം 12 വർഷം കഴിഞ്ഞാൽ പിന്നെ പെരിയസ്വാമിയാണ്. അതായത് ഇരുമുടിക്കെട്ട് കെട്ടാനൊക്കെ നേതൃത്വം കൊടുക്കാം, ആളുകളെ നയിക്കാം, ആ സ്ഥിതിയിലെത്തിയാണ്. പക്ഷെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ കേൾക്കുന്നത് പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് നീതിമാന്മാരെ രക്ഷിക്കാൻ യുഗങ്ങൾ തോറും അവതരിക്കുവാൻ ദൈവങ്ങളുടെ മുൻപാകെ. എൻ്റെ പിതാവിൻ്റെ പേര് അമ്മൂമ്മയിട്ടത് കൃഷ്ണപിള്ള എന്നാണേലും നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചത് KD കൃഷ്ണപിള്ള എന്നാണ്. KD എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ അല്ല കേട്ടോ, നിങ്ങൾ നോട്ടീസിലായി KD ഇനിഷ്യൽ അല്ല, സ്വഭാവം കൊണ്ട് വിളിച്ചതാണ്. അങ്ങനെ വിളിക്കുന്ന ഒരാൾക്ക് എന്താണ്? നീതിമാന്മാരെ തേടിയും ദൈവങ്ങളുടെ അടുത്ത് രക്ഷ. അദ്ദേഹം തിരിച്ചു വന്ന് ഈ നോമ്പ് നോറ്റതിന് കേട് തീർത്ത് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ നാശത്തിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഏറ്റവും സങ്കടം, അദ്ദേഹത്തിന് ഇടത്തും വലത്തും നടന്ന് മദ്യപിച്ച 2 ക്രിസ്ത്യാനികളാണ്. അങ്ങനെ ഒരു ഗുണമുണ്ട്, വാങ്ങിച്ചു കൊടുത്താൽ നോ പറയത്തില്ല, കുടിച്ച് സഹായിക്കും. ഒന്നൊരു മർത്തമ്മക്കാരൻ, ഒന്ന് വേറെ സഭക്കാരൻ. ഒരു ദിവസം കുടിച്ച് മയർന്നറിഞ്ഞപ്പോൾ മർത്തമ്മക്കാരൻ അച്ചായൻ പറഞ്ഞു, പിള്ളേച്ച നമുക്കിനി ഒരു യോഗത്തിന് പോകാം. അങ്ങനെ വിളിച്ചുകൊണ്ട് പോയതാണ് റാന്നി ഉദിമൂട് ഒലുമല കൺവെൻഷൻ. വലിയ കൺവെൻഷനാണ്, കൊച്ചുഞ്ഞ പ്രദേശത്തെ കിഴക്കിന്റെ മാരാണെന്ന് പറയുന്ന പണ്ടത്തെ കൺവെൻഷൻ. തലയെക്കെട്ടും കെട്ടി KD കൃഷ്ണപിള്ള, എളിയിൽ 2 കടാരി തിരികെ, ഇടത്തും വന്നതിന് ക്രിസ്ത്യാനി കൂട്ടുകാർ, പന്തലിൽ കയറാ തെങ്ങേച്ചാരി നിന്നു. ആരാണ് പ്രസംഗിക്കുന്ന അറിയത്തില്ല, പക്ഷെ വാക്യം ഓർമ്മയുണ്ട്. എൻ്റെ അപ്പച്ചന് കാണാതെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്നുള്ള വാക്യം ആസ്പദമാക്കി പ്രസംഗിച്ച ദൈവദാസൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ. പരിശുദ്ധാത്മാവ് ശക്തിയുടെയും ധൈര്യത്തിന്റെ ആത്മാവാണ്. പിന്നെ ആരെ പേടിക്കാനാണ്? ദൈവാത്മാവ് നിറഞ്ഞപ്പോൾ കാൽവരിയിൽ വെളിപ്പെട്ട മഹാസ്നേഹം, പാപിയെ തിരഞ്ഞു പിടിക്കുന്ന ദൈവസ്നേഹത്തെ കുറിച്ച് പ്രസംഗിച്ച ദൈവദാസൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ. തലയെക്കെട്ടും കെട്ടി തെങ്ങേച്ചാരിക്കുന്ന KD കൃഷ്ണയുടെ നെഞ്ചിനേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, സഹോദരാ, യേശു നിന്നെയും സ്നേഹിക്കുന്നു. ദൈവാത്മാവിന് നിറവിലല്ലാതെ എൻ്റെ പിതാവിന് നേരെ വിരൽ ചൂണ്ടാൻ ആ വിരൽ കാണത്തില്ലെന്ന്. യേശു നിന്നെയും സ്നേഹിക്കുന്നു. നിന്റെ തകർന്ന ജീവിതത്തിലേക്ക് യേശു പ്രവേശിച്ചാൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. യേശു നിന്നെ സ്നേഹിക്കുന്നു. സഹോദര എന്ന് വിളിച്ചപ്പോഴേ പകുതി മാനസാന്തരപ്പെട്ട് കാണും. യേശു നിന്നെ സ്നേഹിക്കുന്നു. സന്ധിമജകളെ തുളച്ചു കയറുന്ന ദൈവത്തിന്റെ വചനം, ഇത് കരിമ്പാറയും തകർക്കുവാൻ കേൾപ്പുള്ള ചുറ്റിയായ ദൈവത്തിന്റെ വചനം നിറച്ച് മദ്യപിച്ചിട്ടേക്കായിട്ട് പിതാവിനെ കീഴ്പ്പെടുത്തി. എന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ടെങ്കിൽ എൻ്റെ ശിഷ്ടായുസ ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് ഒരു എടുത്തിയാട്ടം വെച്ചു കൊടുത്തു എൻ്റെ പിതാവ്. കടാരണ്ട് അന്ധകാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അന്ന് എല്ലാവരും പറഞ്ഞു KD കൃഷ്ണയുടെ മാനസാന്തരം മുറ്റിയാൽ 3 മാസം. പക്ഷേ ഇപ്പൊ 67 വർഷമായി. എൻ്റെ പ്രായമാണ് എൻ്റെ പിതാവിന്റെ മാനസാന്തരത്തിന്. ഞാനൊരു വിചിത്ര ജീവിയാണ്. ഞാൻ ഉരുവായപ്പോൾ എൻ്റെ മാതാപിതാക്കൾ നായന്മാരായിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ അവർ ക്രിസ്ത്യാനിയായി. അങ്ങനെ നായരായി ഉരുവാകുകയും ക്രിസ്ത്യാനിയായി ജനിക്കുകയും ചെയ്ത മാർത്തോമാ സഭയിലെ ലോകത്തിലെ ഏക വൈദികനാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് പ്രാർത്ഥന എനിക്ക് കിട്ടിയതാണ്. അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതം സ്വർഗീയ ആനന്ദം അനുഭവിക്കുന്ന ഭവനമായി മാറി. അന്ധകാര ദൈവങ്ങൾ അത്ഭുത പ്രകാശത്തിലേക്ക് നയിച്ചു. എൻ്റെ തലമുറയിൽ 5 പേരുണ്ട് മാർത്തോമാ സഭയിലെ സുവിശേഷ പ്രവർത്തകർ. ഞങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ. ഞങ്ങളുടെ മൂത്ത മകൻ നമ്മുടെ മാർത്തോമാ സഭയിലെ അച്ഛനാണ്. എൻ്റെ മൂത്ത സിസ്റ്ററിന്റെ മകൻ നമ്മുടെ അച്ഛനാണ്. പിന്നെയും നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങാണ്. എൻ്റെ വൈഫിന്റെ ആങ്ങളുടെ മകൻ അച്ഛനാണ്. സുവിശേഷ ധാരാളം ഒരുങ്ങിക്കൊണ്ടിരിക്കും. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം ഞങ്ങളെ വിളിച്ചു. അതാണ് മോചനം, അതാണ് സ്വാതന്ത്ര്യം. യേശുവിനല്ല ലോകത്തൊരു ശക്തിക്കോ വ്യക്തിക്കോ ഈ ഒരു സ്വാതന്ത്ര്യം നൽകാൻ സാധിക്കത്തില്ല. എല്ലാവരും പറയും എല്ലാ നദിയും കടലിലോട്ടാണ്, നദിയൊക്കെ കടലിലോട്ട് പോകട്ടെ. അങ്ങനെ ലോകത്തിൽ നാം രക്ഷിക്കപ്പെടുവാൻ യേശു എന്ന നാമല്ല വേറൊരു നാമമില്ല ആകാശത്തിന് കീഴിൽ. അത് പ്രസംഗിക്കുക, വിശ്വസിക്കുകയും വേണം. എല്ലാം ശരിയാണെന്ന് നമ്മൾ നടക്കുന്നതല്ല. ഒരു ശരിയേ ഉള്ളൂ, അത് അറിഞ്ഞവരാണ് നമ്മൾ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കണം. ആ സ്വാതന്ത്ര്യം അനുഭവിക്കണം. അടിച്ചു പുറത്താക്കി പടിയടിച്ച് പിണ്ടം വെച്ചു ഞാൻ വിവരിക്കുന്നില്ല. മാർത്തോമാ സഭയിലെ നമ്മുടെ കൊമ്പാടി ഭവിഷ്യത്തിൽ പഠിക്കാൻ പറ്റും യൂഹാനൻ തിരുമേനി. പഠിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ സുവിശേഷകനായി സുവിശേഷ പ്രസംഗ സംഘത്തിൽ നിയോഗിച്ചു. ബഹുമാനപ്പെട്ട അച്ഛനൊക്കെ സെക്രട്ടറിയാണ് സുവിശേഷ പ്രസംഗ സംഘം. അവിടെ നിയോഗിക്കാനുള്ള കാരണം സുവിശേഷ പ്രസംഗ സംഘത്തിലെ സുവിശേഷകർക്ക് മിഷൻ വീട് കിട്ടും. ഞാൻ വീടെല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് മിഷൻ വീട് താമസിക്കാൻ വേണ്ടിയാണ് ആദ്യം നിയോഗിച്ചത് മലയാലപ്പുഴയിലാണ്. മലയാലപ്പുഴയിൽ മാർത്തോമാ സഭയ്ക്ക് ഒരു മിഷൻ ഫീൽഡ് ഉണ്ടായിരുന്നു, മിഷൻ വീടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു സുവിശേഷകന് പോവുകയല്ലായിരുന്നു. കാരണം അന്ന് നിന്നും സുവിശേഷ പ്രവർത്തനത്തിന് ഒരു സുഖമില്ലാത്ത ഏരിയയാണ് മലയാളപ്പുഴ. ഇപ്പം നമ്മുടെ നവജീവൻ കേന്ദ്രമൊക്കെ നടക്കുന്ന സ്ഥലത്ത് അടഞ്ഞു കിടക്കുന്ന മിഷൻ വീടാണ്. എൻ്റെ അപ്പച്ചനോട് തിരുമേനി ചോദിച്ചു, പിള്ളേച്ചന് അങ്ങോട്ട് പോകാമോ, പിള്ളേക്ക് അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു. കൃഷ്ണപിള്ളയ്ക്ക് മലയാളപ്പുഴ പോകാമെന്ന് പറഞ്ഞു. അവിടെ സുവിശേഷ പ്രവർത്തനം നടത്തി. ഒരിക്കൽ ഒരു ഞായറാഴ്ച രാവിലെ വടശ്ശേരിക്കൽ ഒരു പള്ളിയിലേക്ക് വരികയാണ് അദ്ദേഹം. ബുദ്ധിമുട്ടുള്ള നടന്നു വരികയാണ്. വടശ്ശേരിക്കലേക്ക് പോകണം. വണ്ടിയൊന്നുമില്ല, വണ്ടി ഉണ്ടേ തന്നെ കാശില്ല. ബുദ്ധിമുട്ടോടെ നടന്നു വരുമ്പോൾ ഒരു വില്ലേജ് റോഡിൽ ഒരു പോലീസ് വണ്ടി കിടക്കുന്നു. കുറേ ആളുകൾ കൂടി നിൽക്കുന്നു. റോഡ് ബ്ലോക്ക് ആയിരിക്കുന്നു. നടന്നു പോകാൻ വയ്യ. എൻ്റെ പിതാവിൻ്റെ വേഷവിധാനം കണ്ടുകൊണ്ട് സബ് ഇൻസ്പെക്ടർ പറഞ്ഞു,
ക്രിസ്ത്യാനി ആയിരിക്കും. അദ്ദേഹം പറഞ്ഞു ഉപദേശി വരുന്നു, വഴി മാറിക്കുക, ഉപദേശി പള്ളിയിൽ പോയിട്ട് എന്നുകൊണ്ട് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയ സ്ഥലത്ത് അപ്പച്ചൻ നടന്നു നോക്കിയപ്പോൾ ഒരു മൃതശരീരം കിടക്കുന്നു. കുത്തേറ്റ് രക്തമണിഞ്ഞ് രക്തവഴി കിടക്കുന്ന ഒരു യുവാവിന്റെ മൃതശരീരം, തലേന്ന് മരിച്ചതാണ്, നീര് പൊതിഞ്ഞ് കിടക്കുന്ന ഭീകര ദൃശ്യം. ഒന്നേ നോക്കിയുള്ളൂ. അവിടെ കിടക്കുന്ന പോലീസ് വണ്ടിയിൽ ഒരു ചെറുപ്പക്കാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടവനായിട്ടിരിക്കുന്നു. ആരാന്നറിയാമോ? എൻ്റെ അപ്പച്ചന്റെ ഇടത്തും വലത്തും നടന്ന് മദ്യപിച്ചിരുന്ന 2 ക്രിസ്ത്യാനി കൂട്ടുകാർ. തലേന്ന് മദ്യപിച്ചിട്ട് ഒരാളെ കുത്തിക്കൊന്ന് ബോധമില്ലാതെ, ഒരാൾ മരിച്ചു കിടക്കുന്നു, ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവനായിട്ടിരിക്കുന്നു. അവരുടെ നേതാവാണ് KD കൃഷ്ണപിള്ള. ജീവന ദൈവത്തെ ആരാധിക്കാനല്ല, ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ദേവാലയത്തിലേക്ക് പോകുന്നു. ലോകത്തിൽ യേശുവിനല്ലാതെ ഒരു ശക്തിക്കോ വ്യക്തിക്കോ എങ്ങനെ സ്വാതന്ത്ര്യം നൽകാൻ സാധിക്കുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യം നൽകുന്നവനായി, കൃപ നിറഞ്ഞവരായി, സത്യം നിറഞ്ഞവരായി സമൂഹത്തിൽ പാർക്കണം. ഒന്നിന്റെയും അടിമത്തത്തിലല്ലാതെ, പാപത്തിന്റെ ബന്ധനത്തിൽ വിടുവിക്കപ്പെട്ടവരായി, രഹസ്യപാലന വിടുവിക്കപ്പെട്ടവരായി, സത്യത്തിന്റെ സാക്ഷികളായി നമ്മൾ ജീവിക്കാം.